ഹലോ ഗൈസ്, ഇപ്പോൾ എല്ലാവർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ മെയ് മന്ത്, അതായത് ഈ ഒരു മാസം നിങ്ങളുടെ ലൈഫിൽ വരുന്ന അനുഗ്രഹങ്ങളും നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നത്, നിങ്ങളുടെ ലൈഫുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് ഡീറ്റെയിൽ ആയിട്ടുള്ള റീഡിങ്ങാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ നമുക്ക് ഈ ഒരു സമയം നിങ്ങൾ ചെയ്യേണ്ടത് ജസ്റ്റ് ഒന്ന് ഒരു 3 തവണ ശ്വാസം വലിച്ചു വിട്ടതിന് ശേഷം ഒന്ന് കാമായിട്ടിരിക്കുക എന്നുള്ളത് മാത്രം നിങ്ങൾ ചെയ്താൽ മതി. സോ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. മെയ് മന്ത്, ഈ ഒരു മാസം നിങ്ങളുടെ ലൈഫിൽ വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ള ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള റീഡിങ്ങാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ നമുക്ക് ആദ്യം കാർഡ് ഫുൾ എടുത്ത് വെക്കാം. അതിനുശേഷം മാത്രമേ നമുക്ക് ഓക്കെ. അപ്പം കാർഡ്സ് ഫുള്ള് കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് നിങ്ങളുടെ ഈ ഒരു മന്ത്, അതായത് മെയ് മാസം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്ന അനുഗ്രഹങ്ങൾ. ഈ മന്ത് റീഡിംഗ് ഒക്കെ എടുക്കുമ്പോൾ നമുക്ക് എനർജി റീഡിങ്ങോ കാര്യങ്ങളോ ഒന്നും എടുക്കാൻ പറ്റത്തില്ല. കാരണം എനർജി വെച്ച് എടുക്കേണ്ട റീഡിംഗ് അല്ല, അതൊരു ആ ഒരു മന്തിലെ റീഡിംഗ് ആണ്. സോ ആ മന്തിലെ കാര്യങ്ങൾ മാത്രം നമുക്ക് ജസ്റ്റ് നോക്കി പറയാനേ പറ്റത്തുള്ളൂ. സോ അപ്പം വലിയ എനർജിയുടെ കാര്യം ഒന്നിൻ്റെയും ആവശ്യമൊന്നുമില്ല. ബാക്കിയുള്ള റീഡിങ് എടുക്കുന്ന സമയത്താണ് ഈ എനർജിയുടെ കാര്യം, എനർജി വെച്ചുള്ള റീഡിങ്ങും കാര്യങ്ങളൊക്കെ എടുക്കേണ്ടത്. ഇത് മന്ത് റീഡിങ് ആയതുകൊണ്ട് തന്നെ മന്തിൻ്റെ ആ ഒരു ടൈം സിറ്റുവേഷൻസ്, 2 സാധനങ്ങളുണ്ട് വരുന്നത്. ഒന്ന് സമയം, 2 സിറ്റുവേഷൻസ്, പിന്നെ നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും. സോ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ആ ഒരു ലൂപ്പ് ഇങ്ങെടുത്താൽ മതി. അതായത് നിങ്ങളുടെ വരാൻ പോകുന്ന ലൂപ്പിനെ മാത്രം എടുത്താൽ മതി. എനർജി ഭയങ്കരമായിട്ടും അബ്സർവ് ചെയ്തെടുക്കേണ്ട കാര്യങ്ങളോ ഒന്നും ഇല്ല. ഇവിടെ കാണാൻ പറ്റുന്നത്, സീരിയസ്ലി ഞാൻ പറയുന്ന സംഭവം എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങൾക്കൊക്കെ നല്ല രീതിക്കുള്ള നെഗറ്റീവ്സ് ഉണ്ട്. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുമ്പോൾ നിങ്ങൾക്കൊക്കെ നല്ല രീതിക്കുള്ള നെഗറ്റീവ്സ് ഉണ്ട്. നിങ്ങൾ വിചാരിക്കാത്തതിനേക്കാളും നെഗറ്റീവ് ഇൻസെക്റ്റുകൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇവിടെ ഉള്ളതായിട്ടാണ് കാണാൻ പറ്റുന്നത്. ഇതെങ്ങനെ വരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഒന്നാമത്തെ കാര്യം, നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ പോകുന്ന സ്ഥലങ്ങളായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളിപ്പം ഒരു സമൂഹത്തിലോട്ട് ഇറങ്ങുന്ന സമയത്ത്, അല്ലെങ്കിൽ ജോലിപരമായിട്ട് ഇറങ്ങുന്ന സമയത്ത്, പുറത്തോട്ട് ഇറങ്ങുന്ന സമയത്ത് പല രീതിക്കാണ് ഇത് എനർജി മാറി മാറി വരുന്നത്. നിങ്ങളൊരാളടുത്ത് സംസാരിക്കുന്ന സമയത്തായാലും ആ വ്യക്തിയുടെ എനർജി മാറി നിങ്ങളിലോട്ട് കയറാനും ഉള്ള ചാൻസസ് ഉണ്ട്. ആ വ്യക്തിക്ക് നെഗറ്റീവ് ഉണ്ടെങ്കിൽ ആ വ്യക്തിയുടെ എനർജി നിങ്ങളിലോട്ട് കയറാനുള്ള ചാൻസസ് ഉണ്ട്. നിങ്ങൾ ഒരാളെക്കുറിച്ച് ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് നെഗറ്റീവ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ വ്യക്തിയുടെ നെഗറ്റീവ് എനർജി നിങ്ങളിലോട്ട് വരാനുള്ള ചാൻസസ് ഉണ്ട്. ഇവിടെ കാണിക്കുന്ന സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് അറിയാത്ത ചില നെഗറ്റീവ്സ് ആയിട്ടുള്ള ചില സിറ്റുവേഷൻസ് നിങ്ങളുടെ ലൈഫിലുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാത്ത ചില ലൂപ്പുകൾ, നിങ്ങൾ വിചാരിച്ചിരിക്കുന്ന സാധനം ആയിരിക്കത്തില്ല, നിങ്ങൾക്കിതുവരെ മനസ്സിലാവാത്ത എന്തോ ഒരു നെഗറ്റീവ്സ് നിങ്ങൾക്ക് റിവീൽ ആവുന്നുണ്ട്. നിങ്ങളുടെ നെഗറ്റീവ്സ് എന്താണ്, അല്ലെങ്കിൽ നിങ്ങൾ കണ്ടുപിടിക്കുന്നുണ്ട്. ഈ ഒരു സമയം എന്ന് പറഞ്ഞാൽ മേ ബി നിങ്ങളുടെ ഓവർ തിങ്കിങ് ആയിരിക്കാം നിങ്ങളുടെ നെഗറ്റീവ്, അല്ലെങ്കിൽ നിങ്ങൾ നെഗറ്റീവായിട്ട് ചിന്തിക്കുന്ന മേ ബി നിങ്ങൾ ഒരു വ്യക്തിയായിരിക്കും, അല്ലെങ്കിൽ നിങ്ങളെ നശിപ്പിക്കുന്ന ആരെങ്കിലും ആയിരിക്കും. സോ ഇത് നിങ്ങൾ റിയലൈസ് ആവുന്നുണ്ട്. നിങ്ങളെ നശിപ്പിക്കുന്ന കാര്യം എന്താണോ, നിങ്ങളെ തളർത്തുന്ന കാര്യം എന്താണോ, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് സക്സസ് ഉണ്ടാവാതെ മാറി നിൽക്കുന്ന കാര്യം എന്താണോ, അത് നിങ്ങൾക്ക് ഈ സമയത്ത് ഒരുപാട് എക്സാമ്പിൾ കിട്ടും. മെൻ്റൽ പരമായാലും ഹെൽത്ത് പരമായാലും ചില സിറ്റുവേഷൻസ് പരമായാലും എന്താ പറയുക, ചില പ്രോബ്ലംസ് പരമായിട്ട് നിങ്ങളുടെ ലൈഫിൽ ക്രിയേറ്റഡ് ആവുന്നതായിരിക്കും. സോ അതിനൊരു മറുപടി, അല്ലെങ്കിൽ അതിനൊരു മാറ്റം നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ കണ്ടുപിടിക്കേണ്ട ഒരു സമയമാണ്. നിങ്ങൾക്കത് റിവീൽ ചെയ്ത് തരുന്നതായിട്ട് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. ബട്ട് നിങ്ങൾക്കത് റിവീൽ ചെയ്ത് തന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളത് എങ്ങനെ മാറ്റിയെടുക്കും എന്നുള്ളതാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. സോ നിങ്ങളുടെ ഒരു ക്യാരക്ടർ, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു സ്വഭാവ രീതി, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു നെഗറ്റീവായിട്ടുള്ളൊരു സംഭവം ഈ സമയത്ത് നിങ്ങൾക്ക് റിവീലാവും. സോ അത് നിങ്ങൾ മാറ്റിയെടുക്കേണ്ട ഒരു സമയമായിട്ടാണ് ഈ ഒരു ടൈം കാണാൻ പറ്റുന്നത്. എന്തോ ഒരു ഡെവിൾ എനർജി, എന്തോ ഒരു ഇവിൾ ഐ എന്നൊക്കെ പറയാം, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻസ് നിങ്ങളുടെ ലൈഫിൽ ക്രിയേറ്റഡ് ആവുന്നതായിട്ട് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഈ സമയം നിങ്ങൾക്ക് ഒരുപാട് ഐഡിയാസ് ഉണ്ടാവും. ഈ സമയത്ത് നിങ്ങൾക്ക് ഈ മെയ് മന്തിലൊരു മെയിൻ പ്രശ്നം, അല്ലെങ്കിൽ മെയിൻ സംഭവം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ഐഡിയാസ് ഉണ്ടാവും. പക്ഷേ നിങ്ങളുടെ ഐഡിയാസ് കേൾക്കാനോ നിങ്ങൾ ആരുടെ ചെന്ന് പറയാൻ നിൽക്കരുത്. നിങ്ങളുടെ ഐഡിയാസ്, നിങ്ങൾക്ക് വരുന്ന ഐഡിയാസോ കാര്യങ്ങളോ ഒന്നും നിങ്ങൾ ആരുടെ ഷെയർ ചെയ്യാൻ നിൽക്കരുത്. നിങ്ങൾക്ക് വരുന്ന അനുഗ്രഹങ്ങളായിരിക്കാം, നിങ്ങൾക്ക് വരുന്ന സ്വപ്നങ്ങളായിരിക്കാം, നിങ്ങൾക്ക് വരുന്ന ഇൻറ്റ്യൂഷൻസ് ആയിരിക്കാം, ഇതൊന്നും ഒരു മനുഷ്യരുമായിട്ട് നിങ്ങൾ ഷെയർ ചെയ്യാനോ നിങ്ങൾ പറയാനോ ഒരിക്കലും നിൽക്കരുത് എന്നുള്ളതായിട്ടാണ് കാണാൻ പറ്റുന്നത്. നിങ്ങൾക്ക് ഒരുപാട് പാഠങ്ങൾ ഈ സമയത്ത് കിട്ടും. നിങ്ങൾക്ക് ഒരുപാട് അനുഭവങ്ങൾ, പല എനർജി വഴി, പല സിറ്റുവേഷൻസ് വഴി പല കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾ പറയുന്ന കാര്യങ്ങളോ നിങ്ങൾക്ക് വരുന്ന ഇൻറ്റ്യൂഷൻസോ നിങ്ങൾക്ക് വരുന്ന എക്സ്പീരിയൻസോ നിങ്ങൾ ഷെയർ ചെയ്താൽ അവർക്ക് ഒരിക്കലും മനസ്സിലാകണം എന്നല്ല. ഇത് സ്പിരിച്വൽ ലെവൽ പരമായാലും നിങ്ങൾക്ക് വരുന്നുള്ള ചില ഇൻസിഡൻ്റ് ആയാലും, നിങ്ങൾ പറയുന്ന
ചില സ്വപ്നങ്ങളായാലും നിങ്ങൾ ആരുടെ ഒന്നും ഈ സമയം ഒന്നും ഷെയർ ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് തോന്നും പെട്ടെന്ന് പോയിട്ട് ഷെയർ ചെയ്യാം. കാരണം എനിക്ക് അങ്ങനെ പെട്ടെന്ന് ഒരു അനുഗ്രഹം ഉണ്ട്, അല്ലെങ്കിൽ പെട്ടെന്ന് എനിക്കൊരു സംഭവം പെട്ടെന്ന് ക്രിയേറ്റഡ് ആയി, അല്ലെങ്കിൽ എനിക്കൊരു സക്സസ് ഉണ്ടായി, അത് എല്ലാവരും അറിയണം. അങ്ങനെ മെയിൻ ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, യൂട്യൂബ് അങ്ങനത്തുള്ള സംഭവത്തിലൊന്നും അനുഗ്രഹങ്ങൾ ഇടാണ്ടിരിക്കുക. അത് നിങ്ങൾക്ക് വരുന്ന കാര്യങ്ങളും നിങ്ങൾക്ക് വരുന്ന ബ്ലെസ്സിങ്സും നിങ്ങൾ ചെയ്യാനിരിക്കുന്ന ഫീൽഡും നിങ്ങളുടെ ജോലിയെക്കാളും വേറൊരു സാധനം ഇപ്പം നിങ്ങൾക്ക് ചെയ്യണം എന്ന് തോന്നും. അതായത് ഇപ്പം നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ജോലി പ്രൊഫഷണലി ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. പക്ഷേ നിങ്ങൾക്ക് ഇതിനേക്കാളും ബെറ്റർ ആയിട്ടൊരു ഒരു സൈഡ് ബിസിനസ്സോ അല്ലെങ്കിൽ വേറെ എങ്കിലും ഇൻകം വരുന്നൊരു കാര്യം നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ആഗ്രഹം ഉണ്ടായിരിക്കും, ചെയ്യണം എന്ന് നിങ്ങൾക്ക് തോന്നണം എന്നുണ്ടെങ്കിൽ ഒരിക്കലും പോയിട്ട് ആരുടെടുത്തും പോയി ഷെയർ ചെയ്യാണ്ടിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇവിടെ മേജർലി കാണുന്ന നിങ്ങളുടെ ഈ ഒരു ഇതിന് പുറമെ നിങ്ങൾ എന്തൊക്കെയോ ഒരു എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നതായിട്ട് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. എന്തൊക്കെയോ നോളജ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. നിങ്ങൾ അനുഭവിച്ച പാഠത്തെക്കാളും കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ള ഒരു അനുഭവം നിങ്ങൾക്ക് കിട്ടുന്നൊരു സമയമായിട്ട് നിങ്ങളെ സംബന്ധിച്ച് ഈ ഒരു ടൈം കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ മേജർലി വരുന്നൊരു സിറ്റുവേഷൻ എന്ന് പറയുന്നത്, ഓക്കെ, നിങ്ങളുടെ സോൾ ആഗ്രഹിക്കുന്ന പാഷനേറ്റ് ആയിട്ടുള്ള എന്തോ ഒരു കാര്യം നിങ്ങളുടെ ലൈഫിൽ ഭയങ്കരമായിട്ടും സംഭവിക്കാൻ പോകുന്നൊരു കാര്യമായിട്ട് കാണാൻ പറ്റുന്നു. ഒന്നേ നിങ്ങളുടെ ഡെസ്റ്റിനി ആയിരിക്കണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തിൽ നിന്നൊരു റിലീവ് കിട്ടുന്നുണ്ട്. നിങ്ങൾ ആഗ്രഹിക്കുന്നതിനേക്കാളും ബെറ്ററായിട്ട് എന്തോ ഒരു കാര്യം നിങ്ങൾ റിയലൈസ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ സോൾ നിങ്ങളുമായിട്ട് മനസ്സിലാക്കുന്ന ഒരു സമയമായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. നിങ്ങൾ ആഗ്രഹിച്ചൊരു ഡിവൈൻ പവർ നിങ്ങളുടെ ലൈഫിലോട്ട് വരുന്നൊരു സമയമായിട്ട് കാണാൻ പറ്റുന്നു. അതൊരു പാഷനേറ്റൊരു കാര്യമാണ്. അല്ലെങ്കിൽ നിങ്ങളൊരു സോൾമേറ്റ് ടിൻ ഫ്ലെയിം ജേണിയുമായിട്ട് ബന്ധപ്പെട്ട എന്തോ ഒരു കാര്യം നിങ്ങളുടെ ലൈഫിൽ റിവീലാവുന്നുണ്ട്. അങ്ങനത്തെ ഒരു സംഭവം കാണാൻ പറ്റുന്നുണ്ട്. സക്സസ് വരുന്നതിന് മുന്നേ എന്തായാലും ഒരുപാട് പ്രോബ്ലംസും കാര്യങ്ങളും എല്ലാം ഉണ്ടാവും. നെഗറ്റീവ്സ് വരുന്നതിന് മുന്നേ പോസിറ്റീവ് ഉണ്ടാവും, പോസിറ്റീവ് വരുന്നതിന് മുന്നേ നെഗറ്റീവ്സ് വരും. എന്തായാലും ഒരു സക്സസ് ഉണ്ടാവുന്നത് വെറുതെ ഒരു സക്സസ് ഒരിക്കലും ഒരാൾക്ക് ഉണ്ടാവത്തില്ല. ഒരുപാട് കഠിന പ്രയത്നം വേണം, ഒരുപാട് ത്യജിക്കേണ്ടി വരും, ഒരുപാട് പ്രോബ്ലംസ് നമ്മൾ തരണം ചെയ്യേണ്ടി വരും. അതെല്ലാം നമ്മൾ കടന്ന് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ മാത്രമേ നമുക്കൊരു സക്സസ് ഉണ്ടാവും. സോ നിങ്ങളെ സംബന്ധിച്ച് ഈ സമയം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരു സക്സസ് വരേണ്ട ഒരു സമയമായിട്ടാണ് കാണാൻ പറ്റുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഇപ്പം നിൽക്കുന്നൊരു ഫീൽഡിനേക്കാളും കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടൊരു സംഭവം നിങ്ങൾക്ക് വരാത്തത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ചില തടസ്സങ്ങൾ വരാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആ ലൂപ്പ് ഇതിനും വിട്ടു പോയിട്ടില്ല. കംഫർട്ട് സോൺ പൊട്ടിക്കാത്തതുകൊണ്ട്, ആ കംഫർട്ട് സോൺ പൊട്ടിച്ചാൽ നിങ്ങൾക്ക് പേടിയാണ്. ആ കംഫർട്ട് സോൺ പൊട്ടിച്ച് കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്കത് സെറ്റ് ആകത്തുള്ളൂ. അതെന്താണെന്ന് എനിക്കറിയത്തില്ല. അത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് മാത്രം അറിയാവുന്നുള്ളൊരു കാര്യമായിട്ടാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. ഇവിടെ മേജറിൽ വരുന്നൊരു സിറ്റുവേഷൻ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്തോ ഒരു അനുഗ്രഹം, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ആഗ്രഹിച്ച് വെച്ചിരിക്കുന്ന എന്തോ ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു ബ്ലെസ്സിങ്സ് നിങ്ങൾക്ക് കിട്ടൂല എന്ന് വിചാരിച്ചൊരു സാധനം, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ഒരിക്കലും അച്ചീവ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ സാധനം നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ആഗ്രഹിച്ചിട്ട് അത് എങ്ങനെ എൻ്റെ ലൈഫിൽ വരും, അത് ആ സമയം അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ എൻ്റെ ലൈഫിൽ ഒരിക്കലും വരത്തില്ല, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കാര്യം എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും നടക്കൂല എന്ന് വിചാരിച്ചൊരു കാര്യം നിങ്ങളുടെ മുമ്പിൽ സിമ്പിളായിട്ട് നിങ്ങളുടെ മുന്നിൽ വന്നിട്ട് നിങ്ങളെ മാടി വിളിക്കുന്നുണ്ട്. നിങ്ങൾ ആ ലൂപ്പിലോട്ട് കയറ്റാം. നിങ്ങൾ വിചാരിച്ചിട്ടുണ്ട് എനിക്ക് ആ സംഭവം ഒരിക്കലും കിട്ടത്തില്ല, എൻ്റെ ലൈഫിൽ ഈ സാധനം ഒരിക്കലും നടക്കത്തില്ല, ഞാൻ ആഗ്രഹിക്കുന്ന ആ ഒരു സാധനം എൻ്റെ ലൈഫിൽ കിട്ടാൻ ഒരു വഴിയില്ല. കാരണം അത് അത്രയും വലിയ സാധനമാണ്. അത് എനിക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ അത് ഭയങ്കരമായിട്ടുള്ളൊരു ആഗ്രഹം, അല്ലെങ്കിൽ ഭയങ്കരമായിട്ടുള്ളൊരു പൊസിഷനിൽ നിൽക്കുന്ന ആൾക്ക് മാത്രമേ അത് കിട്ടത്തുള്ളൂ. സോ അങ്ങനത്തെ ഒരു സാധനം നിങ്ങളുടെ മുന്നിൽ വരുന്നുണ്ട്. അങ്ങനെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഇൻഡ്യൂട്ടിൽ നിങ്ങൾക്കൊന്നും മനസ്സിലാവത്തില്ല. നിങ്ങളുടെ ഫുൾ ബ്ലൈൻഡഡ് ആയിരിക്കും. അത് നിങ്ങൾ പോലും അറിയാതെയായിരിക്കും നിങ്ങളുടെ കൈ കൊണ്ട് തരുന്നത്. സോ ഈ സമയം നിങ്ങൾക്ക് ചില ഇൻഡ്യൂഷൻസും ചില സിറ്റുവേഷൻസും എല്ലാം നെഗറ്റീവായിട്ടായിരിക്കും തോന്നുന്നത്. തേർഡ് ഐ ചക്ര ഭയങ്കരമായിട്ടും ബ്ലോക്കേജ് ആയിട്ടാണ് കിട്ടുന്നത്. പല കാര്യങ്ങളും മാറിയായിരിക്കും ചിന്തിക്കുന്നത്. ചില പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് നെഗറ്റീവായിട്ടായിരിക്കും വരുന്നത്, ചില നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് പോസിറ്റീവായിട്ടായിരിക്കും വരുന്നത്. ചില കാര്യങ്ങൾ ചില ആൾക്കാരിൽ നിന്നുള്ള അതായത് ഇൻറ്റൻഷൻ മാറിപ്പോകുന്നുണ്ട്. ചില ഇൻറ്റൻഷൻസ്, അതായത് ചില ആൾക്കാർ നിങ്ങളുടെ അടുത്ത് സംസാരിക്കുന്ന സമയത്ത് നിങ്ങളത് വേറൊരു നെഗറ്റീവിലോട്ട് എടുക്കും. നിങ്ങൾ ആ വ്യക്തിയുടെ അടുത്ത് സംസാരിക്കുമ്പോഴത്തേക്കും ആ വ്യക്തി വേറൊരു രീതിക്ക് ചിന്തിക്കും. അങ്ങനെയൊക്കെയുള്ള ചില സംഭവങ്ങളൊക്കെ ഉണ്ടാകാനുള്ള ചാൻസസ് ഉണ്ട് കേട്ടോ. സംസാരം കൊണ്ടുള്ള സിറ്റുവേഷൻസൊക്കെ ഇവിടെ ഉണ്ടാകുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ മേജർലി വരുന്നൊരു സിറ്റുവേഷൻ എന്ന് പറയുന്നത്, നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ ലൈഫിൽ ഒരുപാടധികം ആൾക്കാർ വരുന്നുണ്ട്, നിങ്ങളെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പോലും ഏതൊരു വ്യക്തി നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻസ് ആയിട്ട് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ ഏതൊരു വ്യക്തിക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരു സിറ്റുവേഷനിലായിട്ട് കാണാൻ വേണ്ടി, ആർക്കോ വേണ്ടി എന്തിനോ വേണ്ടി നിങ്ങൾ കാത്തിരിക്കുന്നതായിട്ട് കാണാം. നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് ആൾക്കാരുണ്ട്, എല്ലാവരും ബെറ്ററാണ്. പക്ഷേ നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ സോൾമേറ്റ് ആയിട്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ടിൻ ഫ്ലെയിം ആയിട്ട് നിങ്ങളുടെ ലൈഫിൽ വരേണ്ട ഒരു വ്യക്തിയുണ്ട്. മേ ബി ഇതുവരെയും ആ വ്യക്തി നിങ്ങളുടെ ലൈഫിലോട്ട് എൻ്ററായി കാണത്തില്ല. മേ ബി ആ വ്യക്തിക്ക് നിങ്ങൾക്ക് അറിയാം, അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാം. ആ വ്യക്തിക്ക് വേണ്ടി നിങ്ങൾ മനസ്സ് തുറന്ന് കാത്തിരിക്കുന്ന ഒരു സിറ്റുവേഷനിലായിരിക്കും കാണാൻ പറ്റുന്നത്. ആ വ്യക്തി മൂലം നിങ്ങൾക്ക് ഒരുപാട് മെമ്മറീസ് ഓഫ് ലവ് ഉണ്ടാവുന്നുണ്ട്. ആ വ്യക്തി മൂലം നിങ്ങൾക്ക് ഒരുപാട് ഗ്രോത്തും കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രശ്നങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ടായിട്ടുണ്ട്.
ബട്ട് ഇപ്പം നിങ്ങളിൽ നിന്നും ആ വ്യക്തി വിദൂരതയിലായാലും നിൽക്കുന്നത്, നിങ്ങൾ തമ്മിൽ കോൺടാക്റ്റ് ഇല്ലായിരിക്കാം, അല്ലെങ്കിൽ ആ വ്യക്തിയെക്കുറിച്ച് നിങ്ങൾക്കൊന്നും അറിയത്തില്ലായിരിക്കും, ഇൻറ്റ്യൂഷൻസ് മാത്രമായിരിക്കും ആ വ്യക്തിനെക്കുറിച്ച് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. സോ അത് റിലേറ്റഡ് ആയിട്ട് ആ വ്യക്തി മൂലം നിങ്ങൾക്കൊരു പാസ് ചെയ്യുന്ന ഒരുപാട് മെമ്മറീസ് ഓഫ് ലവും കാര്യങ്ങളും ഒരുപാട് എക്സ്പീരിയൻസും പഠനവും ഉണ്ടായിട്ടുണ്ട്. സോ അത് ബന്ധപ്പെട്ട് എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നടക്കേണ്ട ഒരു സമയമായിട്ടാണ് കാണാൻ പറ്റുന്നത്. അത് റിലേറ്റഡ് ആയിട്ട് നിങ്ങളുടെ കയ്യിലേക്ക് എന്തോ കൺട്രോളിങ് പവർ വരുന്നൊരു സിറ്റുവേഷനിലായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഒന്നീ ആ വ്യക്തി നിങ്ങളുടെ ലൈഫിൽ നിന്നും മാറിപ്പോവേണ്ട സമയം, അല്ലെങ്കിൽ നിങ്ങളും ആ വ്യക്തി നമ്മളിപ്പം എനർജറ്റിക്കലി ചേഞ്ച്ഡായി നിൽക്കേണ്ട ഒരു സമയമായിട്ടാണ് കാണാൻ പറ്റുന്നത്. ബട്ട് നിങ്ങളെന്തൊരു വലിയ പർപ്പസ് ഏൽപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ആ വ്യക്തി നിങ്ങളുടെ ലൈഫിലോട്ട് വന്നത്, അല്ലെങ്കിൽ നിങ്ങളെന്തോ വലിയൊരു പർപ്പസ് ചെയ്യേണ്ടി വരും. നിങ്ങൾ പാസ്റ്റ് ലൈഫുമായിട്ട് കണക്ഷൻ ഉള്ള ആൾക്കാരായിട്ട് ഇവിടെ കാണാൻ പറ്റുന്നത്. എനിക്കിവിടെ ഭയങ്കര ഇൻറ്റ്യൂഷൻസ് കിട്ടിക്കൊണ്ടിരിക്കുന്നതാണ്, ഇത് പറയുന്നുണ്ട്. സോ ഈ റിലേഷൻഷിപ്പിൻ്റെ ഇത് പറയുന്നുണ്ട്, അത് കിട്ടിക്കൊണ്ടിരിക്കുന്നു. പാസ്റ്റ് ലൈഫ് കണക്ഷനാണ്, ടൈം ട്രാവൽ ഇഷ്യൂസിലാണ് വന്നത്. നിങ്ങൾ മൂലം ഒരുപാട് കർമാസ് ഇങ്ങനെ കിടപ്പുണ്ട്. അതൊക്കെ തീർക്കാണ്ട് ആ ലൂപ്പ് എൻഡ് ചെയ്യാണ്ട് നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഇറങ്ങി പോകാൻ പറ്റത്തില്ല. സോ അതാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. അതിൽ നിങ്ങൾ കുടുങ്ങി കിടക്കുക, കഴിഞ്ഞ ജന്മം തൊട്ടേ കുടുങ്ങി കിടക്കുക ചില ആൾക്കാരെ, ചില സിറ്റുവേഷൻസ്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. ചില സിറ്റുവേഷൻസ് അത് എന്താണെന്ന് എനിക്കറിയാൻ വയ്യ. നിങ്ങൾ ഇവിടെ വരുന്നത് ഒരുപാട് പേര് ചോദിക്കുന്നതാണ് കരിയർ റിലേറ്റഡ് ആയിട്ട് വരുന്നത്. നിങ്ങൾക്ക് വ്യക്തമായിട്ടുള്ള ഫൗണ്ടേഷൻസ് ഉണ്ട് കേട്ടോ, മൂലാധാരയ്ക്കൊന്നും പറ്റിയിട്ടില്ല. സോ ഫൗണ്ടേഷൻസ് നിങ്ങൾ ഇരിക്കുന്ന പൊസിഷനൊക്കെ പക്കയായിട്ടാണ് കാണാൻ പറ്റുന്നത്. കരിയറിലൊക്കെ നിങ്ങൾക്ക് ഒരുപാട് സക്സസ്സും കാര്യങ്ങളും ഉണ്ടാവുന്ന ഒരു സിറ്റുവേഷനിലൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. അതിലൊന്നും വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നുമില്ല. അതൊക്കെ ബിൽഡായി വരുന്നുണ്ട്, ബിൽഡ് ക്വാളിറ്റി ആയിട്ട് വരുന്നുണ്ട്. ഇപ്പോൾ എത്ര തകർന്ന സിറ്റുവേഷൻസ് ആയാലും ഒന്നേന്ന് ഒരു ഉയർച്ച ഉണ്ടാകുന്നുണ്ട്, സ്ട്രോങ് ആയിട്ട് മാറുന്നുണ്ട്. അത് പതനം സംഭവിച്ചതായാലും കരിയറിൽ ഒന്നും കൂടെ മെയ് മാസം സ്ട്രോങ് ആവുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലോട്ട് കടന്നു വരും. ഇതാണ് ഇവിടെ മെയിൻ പാർട്ട് എന്ന് പറയുന്നത്. ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലോട്ട് കടന്നു വരാനുള്ള ചാൻസസ് ഉണ്ട്. ഈ വ്യക്തി എന്ന് പറയുന്നത് ഇത് നിങ്ങളുടെ ലവറോ കാര്യങ്ങളോ ഒന്നുമില്ല. നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഏതൊരു വ്യക്തി നിങ്ങളുടെ ലൈഫിൽ ഭയങ്കരമായിട്ടും ഇൻഫ്ലുവൻസ് ചെയ്ത് നിങ്ങളുടെ ലൈഫിലോട്ട് വരും. നിങ്ങളേതൊരു ഭയങ്കര ഒരു പ്രോബ്ലത്തിൽ നിൽക്കുന്ന സമയത്ത് നിങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ചിലപ്പം ഒരു വാക്ക് കൊണ്ടായിരിക്കും, ചിലപ്പോൾ ഒരു വീഡിയോ കൊണ്ടായിരിക്കും, ചിലപ്പോൾ ഒരു സിറ്റുവേഷൻസ് കൊണ്ടായിരിക്കും, ചിലപ്പം ട്രെയിനിലോ ബസ്സിലോ വെച്ച് കാണുന്ന ഒരു കാഴ്ച കൊണ്ടായിരിക്കും, ചിലപ്പോൾ ഒരു ചിരി കൊണ്ടായിരിക്കാം, ചിലപ്പം ഒരു പ്രത്യേക ഒരു ഇൻസിഡൻറ്റ് കൊണ്ടായിരിക്കാം നിങ്ങളുടെ ലൈഫിൽ ഈ ഒരു വ്യക്തി മൂലം നിങ്ങളുടെ ലൈഫ് ടോട്ടലി ചേഞ്ച് ആവും. അതും ജസ്റ്റ് ഒരു ഫ്രാക്ഷൻ സെക്കൻഡിൽ കൊണ്ട് മാറ്റാൻ പറ്റും ആ വ്യക്തിക്ക്. സോ ആ ഒരു ഇൻസിഡൻറ്റ് നിങ്ങൾ ഒരിക്കലും മറക്കരുത്. അത് ഡിവൈൻ ആയിരിക്കും. അത് നിങ്ങളുടെ അടുത്ത് മനുഷ്യരൂപത്തിലായിരിക്കും വരുന്നത്, പക്ഷേ ഉള്ളിൽ കിടക്കുന്നത് ഡിവൈൻ പവറാണ്. നല്ല ഡിവൈൻ പവറാണ്. അതായത് നിങ്ങൾ പോലും ചിന്തിക്കാത്ത പരമായിട്ടുള്ളൊരു ഡിവൈൻ പവറായിരിക്കും ആളുടെ ഉള്ളിൽ കിടക്കുന്നത്. ആ വ്യക്തിക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും എന്നുള്ളതായിട്ടാണ് കാണാൻ പറ്റുന്നത്. അതൊരു വാക്ക് കൊണ്ടായാലും നിങ്ങൾ അവിടെ നിന്ന് സിറ്റുവേഷൻസ് നിങ്ങളെ ഓക്കെ ആക്കി തരാൻ പറ്റും. അങ്ങനത്തെ ഒരു ഇൻസിഡൻറ്റ് നിങ്ങളുടെ ലൈഫിൽ ഉറപ്പായിട്ട് ഇങ്ങനത്തെ ഒരു ഇൻസിഡൻറ്റ് നിങ്ങളുടെ ലൈഫിലും നടക്കും കേട്ടോ. സീരിയസ്ലി നിങ്ങളുടെ ലൈഫിൽ നടക്കും. ഇവിടെ കാണാൻ പറ്റുന്ന സിറ്റുവേഷൻ എന്ന് പറയുന്നത് ചില കാര്യങ്ങൾ ഇമോഷണലി ഡൗൺ ആവാണ്ടിരിക്കുക. എത്ര ഇഷ്യൂസ് വന്നാൽ എനിക്ക് നിങ്ങളുടെ ഫീലിങ്സും കാര്യങ്ങളും എല്ലാം മനസ്സിലാവുന്നുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ സിറ്റുവേഷൻസ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ ഞാൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക, അത് ചില വേദനകൾ നമ്മൾ സഹിക്കണം, അനുഭവിക്കണം, എക്സ്പീരിയൻസ് ചെയ്യണം. ചില വേദനകൾ നമ്മൾ അറിഞ്ഞ് ചില ക്രൂരമായിട്ടുള്ള വേദനകൾ നമ്മൾ ലഹരിയാക്കി മാറ്റിക്കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ ലൈഫിലത്തേക്ക് മുന്നോട്ട് വരുന്ന സമയം നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. നമുക്കറിയാം ആ ഒരു വേദന എന്ന് പറയുന്ന സാധനം അത് ഭയങ്കര പെയിനാണ്. ആ പെയിൻ ആസ്വദിക്കാൻ വേണ്ടി പഠിക്കണം. ആ പെയിൻ വരുന്ന സമയത്ത് അതിനെ ആസ്വദിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് ആ പെയിൻ നിങ്ങളെ കുത്തത്തില്ല, അല്ലെങ്കിൽ പിന്നീട് ആ പെയിൻ നിങ്ങളെ വേദനിപ്പിക്കും, എല്ലാം ചെയ്യും. ബട്ട് അത് എന്താ പറയുക, അതിനെ എക്സ്പീരിയൻസ് ചെയ്ത് അതിലുള്ള കാര്യങ്ങൾ കീറി മുറിച്ച് പഠിച്ച് അതിനെ മാറ്റാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളത് തന്നെയാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. സോ ഈ ഒരു റീഡിങ് ഇത്രേ ഉള്ളൂ. ഞാൻ പറഞ്ഞില്ല, ഇതൊരു എനർജി റീഡിങ് അല്ലാത്തത് കൊണ്ട് ഭയങ്കരമായിട്ടും ചിലപ്പോൾ മേ ബി ഇതൊരു ശോകം റീഡിങ് ആയിട്ട് തോന്നും. കാരണം എന്ന് വെച്ചാൽ എനർജി റീഡിങ് അല്ലാത്തതുകൊണ്ട് ഞാൻ അത്ര എഫേർട്ട് എടുക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഇങ്ങനെ നോക്കി പറഞ്ഞു പോവേണ്ട ആവശ്യമുള്ളൂ. സോ ഞാൻ അടുത്തൊരു വീഡിയോട്ട് വരാം. ഓക്കെ, ബൈ, ടാറ്റ, സീ യു.